ജീവിതത്തിൽ നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ടാകും. അവരോട് യുദ്ധം ചെയ്യണോ അതോ മിണ്ടാതിരിക്കണോ? ആചാര്യ ചാണക്യൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ആരാണ് ചാണക്യൻ? വെറുമൊരു മന്ത്രിയോ അതോ ഒരു സാധാരണ ബ്രാഹ്മണനോ? അല്ല, ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി മാറ്റിവരച്ച മഹാബുദ്ധിമാനായ തന്ത്രജ്ഞനാണ് ആചാര്യ ചാണക്യൻ. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളായ ചന്ദ്രഗുപ്ത മൗര്യനെ വാർത്തെടുത്ത ശില്പി. ഒരു കൈയിൽ പുസ്തകവും മറുകൈയിൽ ചാണക്യനീതിയുമായി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് എന്ന്. ചാണക്യന്റെ പവർ, ദ പവർ ഓഫ് ചാണക്യ. ചാണക്യന്റെ ശക്തി അദ്ദേഹത്തിന്റെ പേശികളിലല്ലായിരുന്നു, പകരം അദ്ദേഹത്തിന്റെ തലച്ചോറിലായിരുന്നു. ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കാനും ചക്രവർത്തിയെ ഒന്നുമല്ലാതാക്കാനും കഴിയുന്ന അമാനുഷികമായ ബുദ്ധിശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നവർക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് അഗ്നിയാണ്. ശത്രുക്കൾ ചാണക്യനെ ഭയപ്പെട്ടത് അദ്ദേഹത്തിന്റെ വാൾ കണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മൗനവും നീക്കങ്ങളും കണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥശാസ്ത്ര ഗ്രന്ഥം രചിച്ച ആചാര്യൻ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ശത്രുവിനെ എങ്ങനെ നേരിടണമെന്നും കൃത്യമായി പറഞ്ഞുതരുന്നു. ആ ചാണക്യന്റെ 3 വലിയ രഹസ്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ കണ്ട് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? വാളെടുത്ത് യുദ്ധം ചെയ്യാതെ ഒരു വാക്കുപോലും മിണ്ടാതെ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2400 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ ചാണക്യൻ പരീക്ഷിച്ച് വിജയിച്ച ആ രഹസ്യതന്ത്രങ്ങൾ എന്താണെന്നറിയണോ? വീഡിയോ കാണുക. നിങ്ങളെ എന്നും തോൽപ്പിച്ചുകൊണ്ടിരുന്ന ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ പോകുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ അവരുടെ ഇരയല്ല, മറിച്ച് നിങ്ങളാണ് വേട്ടക്കാരൻ. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ചാണക്യന്റെ 3 അത്ഭുത തന്ത്രങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അവസാനത്തെ തന്ത്രം ശത്രുവിനെ ഞെട്ടിക്കുന്നതാണ്. നിശബ്ദത ഒരു ബലഹീനതയാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ ചാണക്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ആയുധമായിരുന്നു. തന്റെ മുന്നിൽ അപമാനിച്ചു പുറത്താക്കിയ നന്ദരാജാവിനോട് ചാണക്യൻ അപ്പോൾ പ്രതികരിച്ചില്ല. പകരം അദ്ദേഹം നിശബ്ദനായിരുന്ന ഒരു പുതിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. ശത്രുക്കളെ നിശബ്ദനായി തോൽപ്പിക്കാൻ അദ്ദേഹം പഠിപ്പിച്ച ആ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവരെ തനിച്ചാക്കുന്നതാണ്. പുകഴ്ത്തൽ ഒരു ശത്രുവിനെ നശിപ്പിക്കാനുള്ള ആയുധമാക്കാം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷേ ബുദ്ധിമാനായ ശത്രുവിനെ വീഴ്ത്താൻ അദ്ദേഹം നൽകുന്ന അസാധാരണമായ തന്ത്രങ്ങൾ എന്താണെന്ന് കേട്ടുനോക്കൂ. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ബലഹീനതകളെ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുന്നത് വലിയ തെറ്റാണ്. അവരുടെ അടുത്ത നീക്കം തടയാനും നിങ്ങളെ സുരക്ഷിതനാക്കാനും ചാണക്യൻ നൽകുന്ന 3 രഹസ്യങ്ങളിതാ. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. 1-ാം തന്ത്രം, നിശബ്ദത ഒരു ആയുധമാക്കുക. ദ പവർ ഓഫ് സൈലൻസ്. ശത്രു നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുക. നിങ്ങളുടെ നിശബ്ദത അവരെ ഭയപ്പെടുത്തും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവെന്ന് ശത്രുവിന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ചാണക്യന്റെ ജീവിതത്തിലെ ആ കറുത്ത ദിനം ഓർക്കുക. മഗധയിലെ ശക്തനായ രാജാവ് ധനനന്ദൻ തന്റെ സഭയിൽ വച്ച് ചാണക്യനെ അപമാനിച്ചു പുറത്താക്കി. ആ നിമിഷം ചാണക്യന് വേണമെങ്കിൽ അവിടെ നിന്ന് ബഹളം വയ്ക്കാം, അല്ലെങ്കിൽ ആ രാജാവിനെ ശപിക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. പകരം കഠിനമായ ഒരു മൗനമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആ നിശബ്ദതയിൽ അദ്ദേഹം തന്റെ കുടുമ അഴിച്ചിട്ടു ഒരു പ്രതിജ്ഞയെടുത്തു: ഈ സാമ്രാജ്യത്തെ ഞാൻ വേരോടെ പിഴുതെറിയും. പിന്നീടുള്ള വർഷങ്ങളിൽ ചാണക്യൻ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ ധനനന്ദൻ അറിഞ്ഞില്ല. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ പേടിസ്വപ്നം. കാരണം നിങ്ങൾ എപ്പോഴാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശം: ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ദേഷ്യം വാക്കുകളിലൂടെ പുറത്തുവിട്ടാൽ നിങ്ങളുടെ ശക്തി ചോർന്നുപോകും. പകരം ആ ദേഷ്യം ഉള്ളിലൊതുക്കി നിശബ്ദനായി ലക്ഷ്യത്തിലേക്ക് പണിയെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് ശത്രു ചിന്തിച്ച് കാടുകയറട്ടെ. അവസാനം നിങ്ങളുടെ വിജയം ഒരു ഇടിമുഴക്കം പോലെ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടണം. ചാണക്യൻ പറഞ്ഞതുപോലെ, സിംഹം ഇരയെ പിടിക്കാൻ പോകുമ്പോൾ ഗർജിക്കാറില്ല, അത് നിശബ്ദമായി നീങ്ങുന്നു. നിങ്ങൾ വിജയത്തിലെത്തുന്നതുവരെ നിങ്ങളുടെ പ്ലാനുകൾ ഒരു രഹസ്യമായിരിക്കട്ടെ. 2-ാം തന്ത്രം, ബലഹീനതകൾ മറച്ചുവെക്കുക. ഹൈഡ് യുവർ വീക്ക്നെസ്. ഒരു പാമ്പിന് വിഷമില്ലെങ്കിലും അത് വിഷമുള്ളതുപോലെ പത്തി വിടർത്തണം. അതുപോലെ നിങ്ങൾ ഉള്ളിൽ ഭയപ്പെടുന്നുണ്ടെങ്കിലും പുറമേ അത് കാണിക്കരുത്. നിങ്ങളുടെ ആത്മവിശ്വാസം കണ്ട് ശത്രു പിന്മാറണം. ചാണക്യന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടം ആലോചിച്ചു നോക്കൂ. ചന്ദ്രഗുപ്ത മൗര്യനെ മുൻനിർത്തി അദ്ദേഹം മഗധയെ ആക്രമിക്കാൻ തുടങ്ങിയ കാലം. അന്ന് ചാണക്യന്റെ കയ്യിൽ വലിയൊരു സൈന്യമില്ലായിരുന്നു, പണമോ അധികാരമോ ഇല്ലായിരുന്നു. പക്ഷേ തന്റെ ശത്രുവായ ധനനന്ദന്റെ മുന്നിൽ അദ്ദേഹം ഒരിക്കലും ആ ബലഹീനത കാണിച്ചില്ല. തനിക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് സൈനികരുണ്ടെന്നും
താൻ എപ്പോൾ വേണമെങ്കിലും മഗധയെ തകർക്കുമെന്നും ഒരു ധാരണ അദ്ദേഹം ശത്രുവിന്റെ മനസ്സിലുണ്ടാക്കിയെടുത്തു. ഈയൊരു മാനസിക യുദ്ധം, സൈക്കോളജിക്കൽ വാർ കാരണമാണ് പലപ്പോഴും ധനനന്ദൻ ഭയപ്പെട്ട് പിന്മാറിയത്. ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു, ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് വിഷമുണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്: ലോകം എപ്പോഴും ദുർബലരെ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടാകാം, നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു നിൽക്കുകയായിരിക്കാം. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ ശത്രുവിനെ കാണിക്കരുത്. നിങ്ങൾ തളർന്നു നിൽക്കുന്നത് കണ്ടാൽ ശത്രു കൂടുതൽ കരുത്തനായി വരും. എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിന്നാൽ നിങ്ങളുടെ ബലഹീനത ശത്രുവിന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ പക്കലൊന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. അത് ശത്രുവിനെ മാനസികമായി തളർത്തും. ചാണക്യൻ ചെയ്തതും ഇതുതന്നെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടെന്ന് വരുത്തി തീർത്ത് അദ്ദേഹം തന്റെ വിജയം ഉറപ്പിച്ചു. ചാണക്യന്റെ ജീവിതത്തിലെ ആ കറുത്ത ദിനം ഓർക്കുക. മഗധയിലെ ശക്തനായ രാജാവ് ധനനന്ദൻ തന്റെ സഭയിൽ വച്ച് ചാണക്യനെ അപമാനിച്ചു പുറത്താക്കി. ആ നിമിഷം ചാണക്യന് വേണമെങ്കിൽ അവിടെ നിന്ന് ബഹളം വയ്ക്കാം, അല്ലെങ്കിൽ ആ രാജാവിനെ ശപിക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. പകരം കഠിനമായ ഒരു മൗനമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആ നിശബ്ദതയിൽ അദ്ദേഹം തന്റെ കുടുമ അഴിച്ചിട്ടു ഒരു പ്രതിജ്ഞയെടുത്തു: ഈ സാമ്രാജ്യത്തെ ഞാൻ വേരോടെ പിഴുതെറിയും. പിന്നീടുള്ള വർഷങ്ങളിൽ ചാണക്യൻ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ ധനനന്ദൻ അറിഞ്ഞില്ല. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ പേടിസ്വപ്നം. കാരണം നിങ്ങൾ എപ്പോഴാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശം: ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ദേഷ്യം വാക്കുകളിലൂടെ പുറത്തുവിട്ടാൽ നിങ്ങളുടെ ശക്തി ചോർന്നുപോകും. പകരം ആ ദേഷ്യം ഉള്ളിലൊതുക്കി നിശബ്ദനായി ലക്ഷ്യത്തിലേക്ക് പണിയെടുക്കുക. നിങ്ങൾ എന്തു ചെയ്യാനാണ് പോകുന്നത് എന്ന് ശത്രു ചിന്തിച്ച് കാടുകയറട്ടെ. അവസാനം നിങ്ങളുടെ വിജയം ഒരു ഇടിമുഴക്കം പോലെ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടണം. ചാണക്യൻ പറഞ്ഞതുപോലെ, സിംഹം ഇരയെ പിടിക്കാൻ പോകുമ്പോൾ ഗർജിക്കാറില്ല, അത് നിശബ്ദമായി നീങ്ങുന്നു. നിങ്ങൾ വിജയത്തിലെത്തുന്നതുവരെ നിങ്ങളുടെ പ്ലാനുകൾ ഒരു രഹസ്യമായിരിക്കട്ടെ. മൂന്നാം തന്ത്രം വേരറുക്കുക. സ്ട്രൈക്ക് അറ്റ് ദ റൂട്ട്. ഒരു പ്രശ്നത്തെ പകുതിക്ക് വെച്ച് നിർത്തരുത്. ഒന്നുകിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറണം, അല്ലെങ്കിൽ അത് വേരോടെ ഇല്ലാതാക്കണം. പകുതി വെന്ത തീ കൂടുതൽ അപകടകാരിയാണ്. ഒരു പ്രശ്നത്തെ ഒരിക്കലും പകുതി വഴിയിൽ ഉപേക്ഷിക്കരുത്. ഒരിക്കൽ ചാണക്യൻ ഒരു കാട്ടിലൂടെ നടന്നുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു. സാധാരണക്കാരായ നമ്മളാണെങ്കിൽ ആ മുള്ളു പിഴുതുമാറ്റി നടന്നു നീങ്ങും. എന്നാൽ ചാണക്യൻ ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം ആ മുള്ളുചെടിയുടെ ചുവട്ടിൽ പോയി അതിന്റെ വേരുകൾ കണ്ടെത്തി. എന്നിട്ട് ആ വേരുകളിൽ അല്പം മധുരം, പഞ്ചസാര വെള്ളം ഒഴിച്ചു. എന്തിനാണെന്നറിയാമോ? മധുരം കണ്ട് ആയിരക്കണക്കിന് ഉറുമ്പുകൾ വരികയും ആ ചെടിയുടെ വേരുകൾ തിന്നു നശിപ്പിക്കുകയും ചെയ്യും. ആ മുള്ളുചെടി ഇനി ഒരിക്കലും ആ വഴിയിൽ മുളയ്ക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതായിരുന്നു ചാണക്യൻ. ശത്രുവിനെ മുറിവേൽപ്പിക്കുന്നതിലല്ല, അവനെ ഇനി ഒരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത വിധം ഇല്ലാതാക്കുന്നതിലാണ് വിജയം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശം: ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ താൽക്കാലികമായി പരിഹരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഒരു ശത്രുവിനെ തോൽപ്പിച്ചാൽ അവർ വീണ്ടും കരുത്തനായി തിരിച്ചുവരാം. എന്നാൽ ആ ശത്രുവിന്റെ ശക്തിയുടെ ഉറവിടം എന്താണെന്ന് കണ്ടെത്തി അത് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഒരു രോഗം വന്നാൽ അതിന്റെ ലക്ഷണത്തിനല്ല, മറിച്ച് അതിന്റെ കാരണത്തിനാണ് ചികിത്സ വേണ്ടത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും ശത്രുക്കളെയും വെറുതെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് അവ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമാകാത്ത രീതിയിൽ ബുദ്ധിപൂർവ്വം പരിഹരിക്കണം. ചാണക്യൻ നന്ദരാജവംശത്തെ വെറുതെ തോൽപ്പിക്കുകയല്ല ചെയ്തത്, ആ വംശത്തെ തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി അതിന്റെ വേരറുത്തുകളഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ 3 തന്ത്രങ്ങളും വെറും വാക്കുകളല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഇന്നും പ്രസക്തമായ ജീവിത സത്യങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ: 1. നിശബ്ദത. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി വെക്കുക. നിങ്ങളുടെ വിജയം ലോകം അറിയട്ടെ. 2. ആത്മവിശ്വാസം. ബലഹീനതകൾ ഉള്ളിലൊതുക്കി ഒരു പാമ്പിനെപ്പോലെ കരുത്തോടെ പുറംലോകത്തെ നേരിടുക. 3. പൂർണ്ണത. ഒരു പ്രശ്നത്തെയും പകുതി വഴിയിൽ നിർത്തരുത്, അതിനെ വേരോടെ ഇല്ലാതാക്കി മുന്നേറുക. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതൊന്നാണ്: ഈ ലോകം കരുത്തരുടേതാണ്. പക്ഷേ ആ കരുത്തു വരുന്നത് കയ്യിലെ ആയുധത്തിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളിൽ നിന്നുമാണ്. പ്രതിസന്ധികൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഭയപ്പെടരുത്, പകരം ഒരു തന്ത്രജ്ഞനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ ചക്രവർത്തി നിങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതുപോലെയുള്ള ചാണക്യ തന്ത്രങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഒരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം.
നന്ദി.